അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ മുഹറം മാസം അതിൻ്റെ വളരെ മർമ്മപ്രധാനമായ ആ മുഹൂർത്തത്തിലേക്ക് കടക്കുകയാണ് അല്ലേ. മുഹറം 10 നമുക്കറിയാം. മുഹറം 10 ഒരുപാട് അത്ഭുതങ്ങളെ കൊണ്ട് സാക്ഷിയായ ഒരു ദിവസമാണ് മുഹറം 10 എന്ന് പറയുന്നത്. ഒരുപാട് പ്രവാചകന്മാർ അവിടുന്ന് വളരെയധികം കഷ്ടപ്പെട്ടു പോയിട്ടുള്ള, അവരുടെ സന്തോഷങ്ങൾക്ക് അവിടുന്ന് തുടക്കം കുറിച്ച, കഷ്ടപ്പാടുകൾക്ക് അവർക്ക് വിജയം കണ്ട ഒരു ദിവസമാണ് പരിശുദ്ധമായ മുഹറം 10 എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ മുഹറം 10 കൊണ്ട് നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ പ്രവാചകന്മാർ അവിടുന്ന് നേടിയെടുത്തിട്ടുണ്ട് പരിശുദ്ധമായ മുഹറം 10ൻ്റെ അന്ന്. കഴിഞ്ഞ ഓരോ ദിനങ്ങളിൽ അവിടുന്ന് നമ്മൾ ആ വിഷയത്തെ നമ്മൾ ഗൗരവമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചൊരു മാസം, ഒരു ദിവസമാണ്, ഒരു സമയമാണ് മുഹറം 10. അതേപോലെ തന്നെ ആകാശഭൂമികളെ അള്ളാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് ഈ മുഹറം 10ലാണ്. അർശ് സൃഷ്ടിച്ചതും അള്ളാഹു തആല മുഹറം 10ലാണ്. അതേപോലെ തന്നെ ആദ്യമായിട്ട് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് മഴ വർഷിച്ച ദിവസവും ഈ പരിശുദ്ധമായ മുഹറം 10ൻ്റെ അന്നാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തൗബ അവിടുന്ന് സ്വീകരിച്ചത്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കപ്പൽ ജൂദി പർവ്വതത്തിൻ്റെ മുകളിൽ നങ്കൂരമിട്ട് നിന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദിൻ്റെ ആ തീക്കുണ്ടാരത്തിൽ നിന്ന് അവിടുന്ന് രക്ഷപ്പെട്ടത് അല്ലേ, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത്, മൂസാ നബി ഫിർഔനിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മാരകമായ രോഗം അല്ലെ അവിടുന്ന് ശിഫയായത്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ പരിശുദ്ധമായ പുണ്യമായ ദിനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഈ പുണ്യദിനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അല്ലേ. ഈ പരിശുദ്ധമായ പുണ്യമായ ദിനത്തിൻ്റെ അപ്പം മഹത്വം ഒന്ന് മനസ്സിലാക്കി നോക്കൂ നിങ്ങൾ, എത്രത്തോളമാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രവാചകന്മാരൊക്കെ നോമ്പെടുത്ത ഒരു നോമ്പുണ്ടെങ്കിൽ, എല്ലാവരും ഒരുമിച്ച് കൂടി നോമ്പെടുത്ത, എല്ലാ പ്രവാചകന്മാരും നോമ്പെടുത്ത നോമ്പ് അത് മുഹറം 10ൻ്റെ അന്നത്തെ നോമ്പാണ്. അതുകൊണ്ട് ഇന്നത്തെ രാവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്ന് നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു സ്വലാത്തുണ്ട്. ഈ സ്വലാത്ത് നമ്മൾ അധികരിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാ അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കും. മാത്രമല്ല അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ നമുക്ക് കഴിയുന്ന ഒരു സ്വലാത്തും കൂടെയാണ്. മാത്രമല്ല ജീവിതത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ കുടുംബത്തിൽ, എല്ലാ കാര്യത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തിന് ഏറ്റി നൽകുന്ന ഒരു സ്വലാത്താണ്. മാത്രമല്ല അള്ളാഹു തആല നമ്മൾ മരിക്കുന്ന സമയത്ത് നല്ല മരണം, സൂഉൽ ഖാത്തിമത്ത് അള്ളാഹു നമ്മിൽ നിന്ന് എടുത്തു കളയും. നല്ല ഹുസ്നുൽ ഖാത്തിമത്ത് അള്ളാഹു നമുക്ക് നൽകും. അതായത് നല്ല മരണം അള്ളാഹു തആല നൽകും. ഈമാൻ കിട്ടി സലാമത്തായി മരിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ നോക്കൂ, ദുനിയാവും ആഖിറവും നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്വലാത്ത്. ദുനിയാവിലും നമുക്ക് വിജയമാണ്, കാരണം സമ്പത്തിലും മക്കളിലും ഒക്കെ ബർക്കത്ത് ലഭിച്ചാൽ തന്നെ നമുക്ക് വളരെ സന്തോഷത്തോടെ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ കഴിയും അല്ലേ. എന്നാലോ മരിക്കുന്ന സമയത്ത് ഒരു നല്ല മരണം കിട്ടിക്കഴിഞ്ഞാലോ നമുക്ക് ഖബറും നമ്മുടെ ഹിസാബും നമ്മുടെ മഅ്ശറയും നമ്മുടെ സിറാത്തും ഒക്കെ വിജയിച്ച് നമുക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിലെത്താനും നമുക്ക് കഴിയും. അതിന് പറ്റുന്ന ഒരു സ്വലാത്ത് ഇന്നത്തെ രാത്രിയിൽ നമ്മൾ ചൊല്ലണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏതാണ് ആ സ്വലാത്ത് എന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. റബ്ബി സ്വല്ലി അലാ മുഹമ്മദ് വ അലാ അഹ്ലി ബൈത്തിഹി. റബ്ബി സ്വല്ലി അലാ മുഹമ്മദ് വ അലാ അഹ്ലി ബൈത്തിഹി. ഈ സ്വലാത്തിനെ ഇൻഷാ അല്ലാഹ് പരമാവധി നമ്മൾ അധികരിപ്പിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് നല്ല മരണത്തിനും അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാനും മാരക രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാനും അതുപോലെ തന്നെ നമ്മൾ മരിക്കുന്ന സമയത്ത് നല്ല മരണം കിട്ടാനും ഇരു ലോകവും വിജയിക്കാനും അള്ളാഹുവിനോട് നമ്മൾ ഇന്ന് ചോദിക്കുക. ആ ചോദ്യം നമ്മൾ ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ രാത്രി തീർച്ചയായിട്ടും നമുക്ക് നൽകും. പൊതുവേ പരിശുദ്ധമായ വ്യാഴാഴ്ച രാവ് എന്ന് പറഞ്ഞ ദുആക്ക് ഇജാബത്തുള്ള രാവാണ്. എന്നാലോ പവിത്രമായി ആശുറയുടെ ദിവസം കൂടി വരുമ്പോൾ അതിന് വലിയ മഹത്വമാണ്. ഇന്ന് നമ്മൾ നോമ്പെടുത്തിട്ട് ക്ഷീണിതരായിട്ട് ഇന്ന് രാത്രി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നാളെയും നമ്മൾ നോമ്പിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണല്ലോ അല്ലേ. അപ്പോഴോ നാളെയും നോമ്പിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ അല്ലാഹു തആല പ്രത്യേകം അടിമകൾക്കൊരു സ്നേഹം നമ്മൾ അടിമകളായ നമുക്കൊരു സ്നേഹം അവിടെ നിന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. ഇൻഷാ അല്ലാഹ് പരമാവധി എല്ലാവരും ഈ പവിത്രമായ ദിവസത്തിലെ ഈ മഹത്വം മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്തുകൾ ചൊല്ലുക, പുണ്യമായ ഈ ദിവസത്തെ ആദരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.